ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂറിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ NCD ഇപ്പോൾ ലഭ്യമാണ്. 12.65% വരെയൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യുന്നത്. 70 മാസം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിക്കുമെന്നാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ഡാറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കമ്പനിയെ നിക്ഷേപിക്കുന്നത്, സെക്യൂർ ആണോ അല്ലെങ്കിൽ റിസ്ക് ആണോ എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത് 2011 ഗോൾഡ് ലോണ്, മൈക്രോ ഫിനാൻസ്, ബിസിനസ് ലോണ് എന്നിവയൊക്കെയാണ് ഈ കമ്പനിയുടെ മുഖ്യ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കേരള, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇതിന് ബിസിനസ്സുകളുള്ളത്. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് നമുക്ക് കൂടുന്നതായിട്ട് കാണാം. 2021-22 അത് 73.49 കോടിയാണെങ്കിൽ 2022-23 അത് 83.23 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2023-24 കണക്ക് പ്രകാരം അത് 106.14 കോടിയാണ്. ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2021-22 അത് 2.66 കോടിയാണെങ്കിൽ 2022-23 അത് വെറും 80 ലക്ഷമായിരുന്നു ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 2023-24 അല്പം ഉയർന്ന് 1.72 ലക്ഷമായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇവരുടെ ടോട്ടൽ അസറ്റ് കഴിഞ്ഞ 3 വർഷം ക്രമാതീതമായിട്ട് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. 2021-22 ഇത് 430 കോടിയാണെങ്കിൽ അത് 2022-23 അത് 499 കോടിയായും 2023-24 അത് 635 കോടിയായിട്ടും ഉയരുന്നുണ്ട്. ഈ കമ്പനിയുടെ റവന്യൂവും അതുപോലെ തന്നെ അസറ്റും കൂടി വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നെറ്റ് വർത്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. 2022-23 ഇവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 82.62 കോടിയാണെങ്കിൽ 2023-24 അത് 81.35 കോടിയാണ്. ഏതാണ്ട് 1.30 ലക്ഷത്തിൻ്റെ കുറവാണ് കഴിഞ്ഞ ഒരു വർഷം ഇവരുടെ നെറ്റ് വർത്തിൽ കാണപ്പെടുന്നത്. ഏതൊരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഈ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് IND BBB നെഗറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് അല്ല, മോഡറേറ്റ് റിസ്ക് തന്നെയാണ് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുന്നത് എന്ന് അർത്ഥം. പുതുതായിട്ടുണ്ടായിരുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് NCD ഓപ്പൺ ആയത് സമയത്ത് തന്നെ ഈ കമ്പനിയുടെ ഏക പ്രൊമോട്ടറായ വ്യക്തിക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. NCDക്ക് വേണ്ടി സമർപ്പിച്ച രേഖകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് DRHP. ഇവരുടെ സെബിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കെതിരെ ക്രിമിനൽ കേസോ സിവിൽ കേസോ നിലവിലില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ജയിലിലുമാണ്.